നമസ്കാരം. മറയൂരിൽ കാട്ടുപോത്ത് ആക്രമണം. 2 സ്ത്രീകൾക്ക് പരിക്ക്. മറയൂർ പഞ്ചായത്ത് ഓഫീസ് തകർത്തു. ലക്ഷങ്ങളുടെ നാശനഷ്ടമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സംഭവം. കുമ്മട്ടാങ്കുഴി ഉന്നതിയിലെ 60-കാരിയായ കാമാക്ഷി, 38-കാരിയായ സെൽവി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും പോത്ത് കൊമ്പിൽ കുത്തി എറിയുകയായിരുന്നു. സെൽവിയുടെ തുടയുടെ ഭാഗത്ത് കൊമ്പ് കൊണ്ട് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. കാമാക്ഷിയുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തും മുറിവേറ്റിട്ടുണ്ട്. ഇവർക്ക് ശരീരത്തിന് ബലക്ഷയമുണ്ടായിരുന്നു. കൊമ്പിൽ കൊരുത്തെറിഞ്ഞതിനാൽ കാമാക്ഷിയുടെ തലയിലും കൈയിലും കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരെയും ഉടൻ കോവിൽക്കടവ് സഹായഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ്, മെമ്പർ ബിജു, ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി രാജൻ എന്നിവർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും മറയൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അബ്ജുവിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥ സംഘവും ആശുപത്രിയിലെത്തി. പരിക്ക് ഗുരുതരമായതിനാൽ ഇരുവരെയും അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ആവശ്യമായ എല്ലാ സഹായവും ലഭ്യമാക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. പഞ്ചായത്ത് ഓഫീസിൽ സെക്രട്ടറിയുടെ മുറിയും ഓഫീസ് പ്രവർത്തിച്ചിരുന്ന ഭാഗവും ഏറെക്കുറെ പൂർണ്ണമായും നശിച്ച നിലയിലാണ്. മേശകളും കസേരകളും കമ്പ്യൂട്ടറുകളും എല്ലാം നശിച്ചു. ഫയലുകൾ അങ്ങിങ്ങ് ചിതറിക്കിടക്കുകയാണ്. കുമ്മട്ടാങ്കുഴി ഉന്നതിയിൽ നിന്നും വിരട്ടി ഓടിച്ചപ്പോഴാണ് പോത്ത് സമീപത്തെ പഞ്ചായത്ത് ഓഫീസ് വളപ്പിലേക്ക് പ്രവേശിച്ചതെന്നാണ് സൂചന. ഓഫീസിന് പിൻവശത്തുകൂടിയാണ് പോത്ത് അകത്ത് കിടന്നത്. മുൻപ് കാട്ടുപോത്ത് മറയൂർ ടൗണിൽ എത്തിയിരുന്നു. ഓഫീസിനുള്ളിൽ അകപ്പെട്ട പോത്തിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥ സംഘം എത്തി പുറത്തേക്ക് തുരത്തുകയായിരുന്നു. കാന്തല്ലൂർ മറയൂർ റോഡിലൂടെ ഓടിയ പോത്ത് സമീപത്തെ കെട്ടിടത്തിൻ്റെ ഗേറ്റും തകർത്താണ് ജനവാസ മേഖലയിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും പ്രദേശത്ത് ഇപ്പോൾ ഭീതി നിലനിൽക്കുകയാണ്. ഇനിയും കാട്ടുപോത്ത് ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയപ്പാടിലാണ് നാട്ടുകാർ. വന്യമൃഗങ്ങളെ ജനവാസ മേഖലയിൽ നിന്നും ഒഴിവാക്കാൻ വനംവകുപ്പ് അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് ആവശ്യപ്പെട്ടു. നിരന്തരമായ ശല്യമുണ്ടാക്കുന്ന ഒരു കാട്ടുപോത്ത് പഞ്ചായത്ത് ഓഫീസിന് തൊട്ടുപുറയിലുള്ള ഉന്നതിയിൽ ഇറങ്ങി അത് വരണ്ട് പഞ്ചായത്ത് ഓഫീസിൻ്റെ ബാക്ക് വശത്തുകൂടി അകത്ത് കയറി സെക്രട്ടറിയുടെ റൂം ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും പ്രവർത്തനരഹിതമാക്കുന്നതിൽ അക്രമം കാണിച്ചുകൊണ്ട് ഇതെല്ലാം തകർത്തിരിക്കുകയാണ്. ആ തകർത്ത് ഇപ്പോൾ കാട്ടുപോത്ത് അകത്ത് കയറിയതിനെ പോലീസും അതോടൊപ്പം ഫോറസ്റ്റ് അധികാരികളെ അറിയിക്കുകയും അവരും നാട്ടുകാരും കൂടി ചേർന്ന് ഇതിനെ റെസ്ക്യൂ ചെയ്ത് പുറത്തേക്ക് ഇറക്കുകയും വരണ്ട ഓടി ടൗണിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ നഷ്ടം എന്ന് പറയുന്നത് വളരെയേറെ നഷ്ടമാണ്. ജനങ്ങളുടെ ഒരുപടി ഫയലുകളും കാര്യങ്ങളും എല്ലാം തകർത്തെറിഞ്ഞിട്ടുണ്ട്. നമ്മൾ നിരന്തരമായ ഫോറസ്റ്റിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ അധികാരികളോട് പറയാറുണ്ട്, ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്ന വന്യമൃഗങ്ങളെ വനത്തിനകത്തേക്ക് തുരത്തണമെന്ന് അല്ലെങ്കിൽ മാറ്റണം, നീക്കം ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടെങ്കിൽ പോലും ആ മീറ്റിങ്ങിൽ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും തന്നെ നടപ്പാക്കാറില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് പരിക്ക് പറ്റുകയും അല്ലെങ്കിൽ മരണപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ നിസ്സാരമായ തുച്ഛമായ അവർക്കുള്ള ഫണ്ട് എന്തെങ്കിലും നൽകിക്കൊണ്ട് ഉണ്ടാകുന്ന നടപടിയാണ് ഫോറസ്റ്റ് അധികാരികൾ സ്വീകരിക്കുന്നത്. ഇതുപോലുള്ള അക്രമകാരികളായ വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ മറയൂരിനെ സംബന്ധിച്ച് മറയൂരിലെ സാൻഡിൽ ഫോറസ്റ്റാണ്. സാൻഡിൽ ഫോറസ്റ്റിനെ സംരക്ഷിക്കുന്നതുമായി നടത്തുന്ന ആ എടുക്കുന്ന താല്പര്യം പോലും ജനങ്ങളുടെ ജീവനും സ്വത്തിനുള്ള സംരക്ഷണം നൽകാൻ ഫോറസ്റ്റ് അധികാരി തയ്യാറാകുന്നില്ല. എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരത്തിന് അപേക്ഷ കൊടുത്തോ പോർട്ടൽ കൊടുത്തോ നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുമെന്നാണ്. ഇന്നിവിടെ വരണ്ടോടി പോത്ത് പകലാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഉന്നതിയിലെ 2 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിരന്തരമായ പരിക്ക് പറ്റി അവശത അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ മറയൂർ പ്രദേശത്തും കാന്തല്ലൂർ മറയൂർ പ്രദേശത്തുണ്ട്. അവർക്ക് നിസ്സാരമായ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഈ വന്യമൃഗങ്ങൾക്ക് അനുകൂലമായ നടപടി മാത്രമാണ് ഇവിടുത്തെ വന അധികാരികൾ സ്വീകരിക്കുന്നത്. ഈ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ജനപ്രതിനിധികൾ ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ അക്രമകാരിയായ പോത്തിനെ ഇത് ഒരു 4-5 വർഷം മുമ്പ് പള്ളനാടിലും ഇതുപോലുള്ളൊരു വീടിനകത്തേക്ക് പോത്തിറങ്ങുകയും ആ പോത്ത് തന്നെയാണ് അവിടെ 2 പേരുടെ ഒരാളുടെ മരണത്തിന് ഇടവരുത്തുകയും അതോടൊപ്പം തന്നെ ചിന്നവരയിൽ ഒരാൾക്ക് വാരിയലിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് പരിക്കേൽക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വനത്തിന് പുറത്തിറങ്ങുന്ന വന്യമൃഗങ്ങളെ അടിയന്തരമായി നീക്കം ചെയ്യുന്നതിനുള്ള നടപടി വനവകുപ്പ് സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഓഫീസിനും തൊട്ടടുത്ത സാൻഡിൽ ബ്രിഡ്ജ് ഹോട്ടലിന് അതുപോലെ തന്നെ ഉന്നതിയിലെ 2 സഹോദരിമാർക്കൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിനുള്ള നഷ്ടപരിഹാരങ്ങൾ അടിയന്തരമായി നൽകിക്കൊണ്ട് ഇതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. വനത്തിന് പുറത്തുള്ള കുരങ്ങുൾപ്പെടെ മയിലുൾപ്പെടെ അതുപോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങളെയും അടിയന്തരമായി വനത്തിലേക്ക് നീക്കം ചെയ്യണം. അതുപോലെ തന്നെ വനത്തിനകത്ത് തന്നെ ആവശ്യമായ ഇതിന് തീറ്റയും സൗകര്യങ്ങളും ഏർപ്പെടുത്തണമെന്നാണ്. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.